ആ മണ്ണിൽ പൂണ്ടുപോയ ആ ക്രെയിനിനെ മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ തള്ളി നീക്കിക്കൊണ്ട് അതിനെ. അഭിലാഷ്, അവിടെയുള്ള വാഹനങ്ങളിലെ വെളിച്ചമാണ് അവിടെ കാണുന്നത്. ഈ ട്രക്ക് വലിച്ചു കയറ്റുന്നതിനായി അവിടെ വെളിച്ചമൊന്നും ക്രമീകരിച്ചിട്ടില്ലേ? ഇപ്പോൾ നേരം ഇരുട്ടിയല്ലോ. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ വെളിച്ചം ക്രമീകരിച്ചിട്ടുണ്ട്. കാരണം ഈ തൂണുകളിലൊക്കെ നമുക്ക് LED ലൈറ്റുകൾ കാണാൻ കഴിയും. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ക്രെയിൻ സംവിധാനം ഇവിടെ എത്തിച്ചോടുകൂടി തന്നെ ഇത് വലിച്ചു നീട്ടുന്ന സമയത്ത് ഒരു പക്ഷേ ഇതിൽ ലൈനിൽ ഈ KCB ഇതിൻ്റെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ആ ലൈനിൽ ടച്ച് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഭാഗത്തേക്കുള്ള വൈദ്യുതി ബന്ധം പൂർണ്ണമായി വിച്ഛേദിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തുള്ള ലൈറ്റുകളൊന്നും ഇപ്പോൾ ഓൺ ചെയ്യാൻ കഴിയാതിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഏതായാലും ഇപ്പോൾ വാഹനത്തിൻ്റെ അകത്തുള്ള ഈ ലൈറ്റുകൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ ഈ ദൗത്യം നടക്കുന്നത്. ക്രെയിനിൻ്റെ അകത്തുള്ള, അതായത് ഡ്രഡ്ജറിൻ്റെ അകത്തുള്ള ആ ലൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്ന ആ ക്രെയിനുകളുള്ള ലൈറ്റ് കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും ഈ മേഖലയിൽ ഇപ്പോൾ ആവശ്യത്തിനുള്ള ആ വെളിച്ചമുണ്ട് എന്ന് വേണം പറയാൻ. ഈ വെളിച്ചം ഉപയോഗിച്ച് നടക്കുമോ എന്നുള്ള കാര്യം പ്രധാനമാണ്. ഏതായാലും അത്തരം പ്രവർത്തികൾ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി വേണമെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇവിടെ ഈ വാഹനത്തിലുള്ള ലൈറ്റ് സംവിധാനമൊക്കെ എത്തിച്ചിരുന്നു. ഇന്നിവിടെ കാണുന്നില്ല. ഒരു പക്ഷേ അത് അല്പസമയങ്ങൾക്കകം തന്നെ ഇവിടെ എത്തിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം അത് ദേശീയപാത അതോറിറ്റിയുടെ ഭാഗമായിട്ടുള്ള ആ സംവിധാനമാണ്. അത് ഇവിടേക്ക് എത്തിക്കാറുണ്ട് സാധാരണഗതിയിൽ രാത്രി സമയങ്ങളിൽ. ഏതായാലും ഇപ്പോൾ ഈ ഭാഗത്തോടുള്ള വൈദ്യുതി ലൈൻ വിച്ഛേദിച്ചിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ വെളിച്ചമില്ലാത്തത്. ഏതായാലും ട്രക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴാണ് ഇതിൽ ഒരു ക്രെയിൻ ഇപ്പോൾ മണ്ണിൽ താഴ്ന്നു പോയിരിക്കുന്നത്. ആ ക്രെയിനിനെ തള്ളി പിന്നോട്ട് നീക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് മറ്റൊരു വശത്തേക്ക് നീക്കിയതിന് ശേഷം മാത്രമായിരിക്കും അടുത്ത ഘട്ട ദൗത്യത്തിലേക്ക് പോകാൻ കഴിയൂ. ഏതായാലും ഇപ്പോൾ ഈ ഒരു വടത്തിൽ ഉയർത്തിക്കെട്ടിയിരിക്കുന്ന നിലയിലാണ് ഇപ്പോൾ ട്രക്ക് ഉള്ളത്. ആ ക്രെയിൻ ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും മറ്റേ ട്രക്ക് കൂടി ഇവിടെ എത്തിച്ച് വടം മുറിക്കിയാൽ മാത്രമേ ഈ പ്രവൃത്തി പുനരാരംഭിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. KK അഭിലാഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഈ വാഹനം ഉയർത്തി കരയിലേക്ക് എത്തിക്കുന്നതിനുള്ള നീക്കമാണ് നടക്കുന്നത്. അഭിലാഷ്, ഈ വാഹനം കരയിൽ എത്തിച്ചതിന് ശേഷം അത് അവിടെ നിന്ന് നീക്കാനാണോ? എന്താണ് അടുത്ത പദ്ധതി എന്നതുകൂടി നമുക്ക് അറിയണം. അല്പസമയം മുൻപാണ് ഈ ക്രെയിനിൽ ഘടിപ്പിച്ചിരുന്ന വടം പൊട്ടി വീണത്. ആ വടം തന്നെ വീണ്ടും ഈ വാഹനത്തിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് താഴെ നിന്ന് ഉയർത്തിയെടുക്കണം. അവിടെയുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്. ഈ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തുമ്പോൾ വൈദ്യുതി ലൈനിൽ തട്ടുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നത്. ലൈറ്റുകളുമൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ക്രെയിനുകളിലും ഒപ്പം അവിടെ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളിലുമുള്ള ലൈറ്റിൻ്റെ വെളിച്ചം മാത്രമാണ് അവിടെ ലഭ്യമായിട്ടുള്ളത്. അതുപയോഗിച്ചുകൊണ്ട് ഈ വാഹനം മുകളിലേക്ക് വലിച്ചു കയറ്റുക, അതിനായിട്ടുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഈ വാഹനം മുകളിലേക്ക് എത്തിക്കുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ അത് തുടരും എന്ന് തന്നെയാണ് ഈ മണിക്കൂറിൽ നമുക്ക് ഷിരൂരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ. കിംസ് ആശുപത്രിയിലേക്ക് അർജുൻ്റേതെന്ന് കരുതുന്ന മൃതദേഹ ഭാഗങ്ങൾ മാറ്റിയിട്ടുണ്ട്. അവിടെ DNA പരിശോധനയ്ക്ക് ശേഷമായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറുക എന്നതാണ് ഇപ്പോൾ ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ വ്യക്തമാക്കിയിരിക്കുന്നത്. കാർവാറിലെ കിംസ് ആശുപത്രിയിലേക്ക് അർജുൻ്റെ ബന്ധുക്കളൊക്കെ പോയിട്ടുണ്ട്. ലോറിയുടെ മനാഫും അവിടേക്ക് പോയിട്ടുണ്ട്. മൃതദേഹ ഭാഗമാണ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ DNA പരിശോധന വേണമെന്നാണ് കളക്ടർ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്. ഭരണകൂടം എന്ത് പറയുന്നു അതിനനുസരിച്ച് നീങ്ങാം എന്നാണ് അർജുൻ്റെ ബന്ധുക്കളും പറഞ്ഞത്. 2 ദിവസത്തിനകം DNA പരിശോധനാ ഫലം ലഭിക്കുമെന്നാണ് കളക്ടർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ക്യാബിൻ ഭാഗത്തായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. കണ്ണാടിക്കലിലെ വീട്ടിൽ നിന്ന് MM രാകേഷ് ഒരിക്കൽ കൂടി നമുക്ക് പോയെത്തുന്നു. രാകേഷ്, DNA പരിശോധനയ്ക്ക് ശേഷം മൃതദേഹം വിട്ടു നൽകാം എന്നതാണ് ഇപ്പോൾ കളക്ടർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വെള്ളിയാഴ്ചയാകും. ജിതിൻ കുടുംബവുമായി വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിച്ചോ? അർജുൻ്റെ സഹോദരി അഞ്ജു കഴിഞ്ഞ ദിവസം വരെ അവിടെ ഉണ്ടായിരുന്നു. സുജയ, ഇപ്പോൾ ജിതിൻ കൂടാതെ ഇപ്പോൾ സഹോദരി, ഒപ്പം തന്നെ അർജുൻ്റെ അച്ഛനും അമ്മയും, ഒപ്പം തന്നെ ഭാര്യ, കുഞ്ഞ്, ഇവരാണ് ഇപ്പോൾ വീട്ടിലുള്ളത്. കൂടാതെ ബന്ധുക്കളും എത്തിയിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ ഈ വാർത്ത ഇതിനകം തന്നെ ഇവിടെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവരാരും തന്നെ ഇപ്പോൾ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഏതായാലും ഇനി വെള്ളിയാഴ്ച ആകുമ്പോഴേക്കും എന്തൊക്കെയായിരിക്കും നടപടിക്രമങ്ങൾ, അതിനുശേഷമായിരിക്കും ഇവരേതായാലും പ്രതികരിക്കുക. നമുക്കറിയാം, ഇത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഇത്രമാത്രം കാത്തിരുന്ന മറ്റൊരു സംഭവം നമുക്ക് സമീപകാലത്തൊന്നും തന്നെ കേട്ട് പരിചയമുണ്ടാവില്ല. ഈ ഒരു അർജുന് വേണ്ടിയുള്ള തിരച്ചിലെന്ന് പറയുന്നത് 3 ഘട്ടങ്ങളിലേക്ക് നീങ്ങുകയായിരുന്നു. അപ്പോഴൊക്കെ തന്നെ ഒരു കുടുംബം എന്തായിരിക്കും ഇതിൻ്റെ ഒരു അവസാനം എന്നുള്ളത് സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടായിരുന്നു. അതിനിടയിലാണ് അർജുൻ സേവ് ഫോറം എന്നുള്ള രൂപത്തിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുന്നു. അത്തരത്തിലുള്ളൊരു പ്രവർത്തനം നടത്തുന്നു. മനാഫ് അതല്ലാതെ തരത്തിലുള്ള പല ആളുകളെയും കണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നടത്തുന്നു. MK രാഘവൻ MP ഉൾപ്പെടെയുള്ളവർ കർണാടക മുഖ്യമന്ത്രിയെ തന്നെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു. ഇത്തരത്തിൽ എത്രമാത്രമാണ് ഒരു മനുഷ്യന് വേണ്ടി തിരച്ചിൽ
തെരച്ചിൽ നടത്താനാവുന്നത് അത്രമാത്രം ഒരു നാടും ഒപ്പം തന്നെ അവരുടെ ബന്ധുക്കളും ഒപ്പം തന്നെ അവരുടെ സുഹൃത്തുക്കളും മനാഫ് ഒരു മുതലാളി എന്നതിനേക്കാൾ അപ്പുറത്ത് അദ്ദേഹത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ഇതിലൊരു തീരുമാനമാകണം എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിന്നതുകൊണ്ട് മാത്രമാണ് അത്തരത്തിലുള്ളൊരു നിലപാടിലേക്ക് പോയത്. ഒപ്പം തന്നെ കർണാടക സർക്കാരും നമുക്കറിയാം ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ പോലും വലിയ അർത്ഥത്തിൽ തന്നെ അതിന് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ഒരുക്കുന്ന സാഹചര്യമുണ്ടായി. ഡ്രഡ്ജർ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്കും തെരച്ചിലേക്കും നീണ്ടതുകൊണ്ടാണ് അർജുനെ കുറിച്ചുള്ള വിവരവും ഒപ്പം തന്നെ ഈ ട്രക്കും നമുക്ക് കണ്ടെത്താനായിട്ടുള്ളത്. ഏതായാലും DNA പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഇനി തുടർ നടപടികൾ ഉണ്ടാവുക എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ വെള്ളിയാഴ്ചയോടുകൂടിയായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കുടുംബം എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ള കാര്യത്തിലേക്ക് തീരുമാനമെടുക്കുക. സുജയ.